ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം എപ്പോഴും ലഭ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ 2025 മാർച്ച് മാസത്തിൽ ഓരോ നക്ഷത്രത്തിലും ജനിച്ചവർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഫലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ 4 നക്ഷത്രക്കാരുടെ സാമാന്യ ഫലങ്ങളാണ് പറയുന്നത്. ആദ്യം നമുക്ക് പ്ലാനറ്ററി പൊസിഷനാണ് നോക്കാനുള്ളത്. അതായത് ഗ്രഹങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥാനം. സൂര്യൻ കുംഭം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. മാർച്ച് 14 വരെ കുംഭൻ രാശിയിൽ നിൽക്കും. അതിനുശേഷം മീനൻ രാശിയിലേക്ക് കടക്കും. ശനി ഇപ്പോൾ കുംഭൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത്. മാർച്ച് 29 മീനൻ രാശിയിലേക്ക് ട്രാൻസിറ്റ് ചെയ്യും. മീനൻ രാശിയിൽ ഇപ്പോൾ രാഹു കുറേ കാലമായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. ജനുവരി മുതൽ ശുക്രൻ അവിടെ എത്തി മീനൻ രാശിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ശുക്രൻ്റെ ഉച്ചരാശിയാണ് മീനൻ രാശി. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ ഏതാണ്ട് 90% നക്ഷത്രക്കാർക്കും ശുക്രൻ്റെ ആ ഉച്ചരാശി സ്ഥിതി കൊണ്ടുള്ള ഫലങ്ങൾ കിട്ടും. ബുധനാണെങ്കിൽ അവിടെ സഞ്ചരിക്കുന്നുണ്ട്, മീനൻ രാശി സഞ്ചരിക്കുന്നുണ്ട്. ബുധൻ്റെ നീചരാശിയാണ് ഈ മീനൻ രാശി എന്ന് പറയുന്നത്. ശുക്രൻ്റെ ഉച്ചരാശിയാണ് മീനൻ രാശി, ബുധൻ്റെ നീചരാശിയാണ്. അപ്പോൾ ഈ ബുധൻ്റെ അനുഭവങ്ങൾ നോക്കുമ്പം അത് പൂർണ്ണമായിട്ടും ഗുണഫലങ്ങൾ ആയിരിക്കുകയില്ല. ശുഭഗ്രഹമായ വ്യാഴം ഇടവൻ രാശിയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മെയ് മാസം വരെ ഇടവൻ രാശിയിലുണ്ടായിരിക്കും. ചൊവ്വ പാപഗ്രഹമാണ്, ക്രൂരഗ്രഹമാണ്. എന്നാൽ കുറേയേറെ ഗുണഫലങ്ങളും വീര്യവും നൽകുന്ന ഗ്രഹമാണ്. ധൈര്യവും വീര്യവും ശാരീരിക ശേഷിയും പെട്ടെന്ന് ആക്ഷൻ എടുക്കാനുള്ള കഴിവൊക്കെ തരുന്ന ഗ്രഹമാണ് ചൊവ്വ. ചൊവ്വ ഇപ്പം മിഥുനൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത്. ചന്ദ്രനെ സംബന്ധിച്ച് ചന്ദ്രനിലൂടെയാണല്ലോ ഈ ഗ്രഹങ്ങളുടെ എല്ലാം ഫലം നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. ഇപ്പം ചന്ദ്രന് വെളുത്ത വാവ് എന്ന് പറയുന്നത് മാർച്ച് 14 മാർച്ച് 29 ആകുമ്പോഴത്തേക്കും കറുത്തവാവും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രഹനില വെച്ചുകൊണ്ട് നമുക്ക് ഈ ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഫലങ്ങളൊന്ന് നോക്കാം. സാമാന്യ ഫലങ്ങൾ മാത്രമാണ് പറയുന്നത്, ഒത്തിരി വിശദീകരിച്ച് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പൊതുഫലങ്ങൾ നോക്കാം. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചോതി എന്ന് പറയുന്നത് തുലാം രാശിയിലാണ് വരുന്നത്, തുലാക്കൂറിലാണ് വരുന്നത്. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ തൊഴിൽ രംഗത്ത് അല്പം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടേക്കാം, ചെറിയ തടസ്സങ്ങളുണ്ടാകാം. സഹപ്രവർത്തകരുടെ സഹകരണം കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷമം തോന്നും. മേലധികാരികളുടെ ഭാഗത്തു നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു പ്രോത്സാഹനം കിട്ടാത്തതിൻ്റെ ഒരു വിഷമം വരും. ഈ വലിയ ദോഷമല്ല കേട്ടോ, വലിയ ദോഷം നമ്മളെ ഉപദ്രവിക്കുക അതൊന്നും അത്ര തന്നെ തോന്നുകയില്ല. പക്ഷേ നമുക്ക് മനസ്സിനൊരു ക്ഷീണം പോലെ അല്ലെങ്കിൽ മനസ്സിനൊരു ഉത്സാഹക്കുറവ് അനുഭവപ്പെടാൻ ഇടയുണ്ട്. സമൂഹത്തെ സേവിക്കാനൊക്കെ സമയം കണ്ടെത്തുന്നതാണ്. അതിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് ബഹുമാനവും ലഭിക്കുന്നതാണ്. അതിലൊരു സന്തോഷവും നമുക്ക് കിട്ടും. സാമ്പത്തിക നേട്ടമൊന്നും ഇല്ലെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ സമൂഹത്തെ സേവിക്കാൻ, ഇപ്പോൾ ഒരാൾക്ക് ബുദ്ധിമുട്ട് വന്നു, ഒരു പാവപ്പെട്ട ഒരാളിന് ചികിത്സാ സഹായം ആവശ്യമായിട്ട് വന്നു, നമ്മൾ മുന്നിട്ടിറങ്ങുന്നു, ധനം ശേഖരിച്ച് കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യും. കുറച്ച് ധനനഷ്ടവും ചിലപ്പോൾ ഉണ്ടായേക്കാം ഇത്തരം കാര്യങ്ങളിലൊക്കെ പോകുന്നത് കൊണ്ട്. പൈതൃക സ്വത്ത് സംബന്ധിച്ച് കുറച്ച് തർക്കങ്ങൾ ഉടലെടുക്കാൻ ഇടയുണ്ട്. ഈ സാമ്പത്തികമായിട്ടൊരു അല്പം ടൈറ്റ് വരാൻ സാധ്യതയുണ്ട്. പല പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ടാണ്. അപ്പം നമുക്ക് പൈതൃക സ്വത്തൊന്ന് വിറ്റാൽ കൊള്ളാമെന്ന് തോന്നും. പക്ഷേ വിൽക്കാൻ മറ്റ് സഹോദരങ്ങൾ അല്ലെങ്കിൽ ബന്ധുക്കൾ സമ്മതിക്കാതെ വരും. അങ്ങനെയൊക്കെയുള്ള ചില തർക്കങ്ങളുണ്ടാകാൻ ഇടയുണ്ട്. മാസത്തിൻ്റെ 2ാം പകുതിയിൽ വ്യാപാര രംഗത്ത് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. ഈ മാസത്തിൻ്റെ 2ാം പകുതി സാമാന്യം ഗുണകരമാണ് ചോതി നക്ഷത്രക്കാർക്ക്. പല വിധത്തിലുള്ള സഹായങ്ങൾ ലഭിക്കും. സുഹൃത്തുക്കളിൽ പലരും ആദ്യം സഹായിക്കാതിരുന്നവർ നമ്മുടെ ഹെൽപ്പിനായിട്ട് വരും, നമ്മുടെ അടുത്തേക്ക് വരികയും നമുക്ക് വേണ്ട കാര്യങ്ങൾ കുറേയെങ്കിലുമൊക്കെ അവർ ചെയ്തു തരികയും ചെയ്യും. പ്രത്യേകിച്ച് സർക്കാരിൽ നിന്നൊക്കെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥരായ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സർക്കാരിൽ സ്വാധീനമുള്ള സുഹൃത്തുക്കൾ നമുക്ക് ഈ വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ കുറേയെങ്കിലും അത് പരിഹരിച്ച് തരും. ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റെടുത്ത ചുമതലകൾ ഈ മാസത്തിൻ്റെ 2ാം പകുതിയിൽ നന്നായിട്ട് വിജയിപ്പിക്കാൻ സാധിക്കും. ബ്ലോക്ക് ആയിട്ട് കിടന്ന പൈസ വന്നെത്താനും 2ാം പകുതിയിൽ സാധ്യതയുണ്ട്. അതായത് മാർച്ച് 15 മുതൽ 14 ശേഷം സൂര്യൻ രാശി മാറും. അപ്പം മുതൽ കുറച്ച് മാറ്റങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങും. പിന്നെ ദാമ്പത്യത്തിൽ കുറച്ചുകൂടെ
ഗുണകരമായ മാറ്റങ്ങളുണ്ടാകും. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നമുക്കൊരു മനസ്സിനൊരു ഡിപ്രഷൻ പോലെ കാണും, മനസ്സിനൊരു ചെറിയ വിഷാദം ഉണ്ടായിരിക്കും. അതിൻ്റേതായ ബുദ്ധിമുട്ട് വീട്ടിലും അനുഭവപ്പെടുമല്ലോ. പിന്നെ വാഹനം വാങ്ങാൻ സാധിക്കും ഈ മാസം, അല്ലെങ്കിൽ വാഹനം ഒന്ന് പുതുക്കി ഒന്ന് ഫ്രഷാക്കി ഇറക്കാൻ സാധിക്കും. സർവീസൊക്കെ ചെയ്ത് ഒന്ന് പുതുക്കി ഒന്ന് പെയിൻറ്റ് ചെയ്തോ ഒക്കെ ഇറക്കാനുള്ള സാധ്യതയും ഉണ്ട്. വീടിന് ഏതെങ്കിലും രീതിയിലുള്ള അറ്റകുറ്റപ്പണികൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ധനം അല്പം കയ്യിൽ നിന്ന് പോകുന്ന ഒരു മാസമാണ്, എങ്കിലും മാസത്തിൻ്റെ രണ്ടാം പകുതി പൊതുവെ സന്തോഷകരമാണ്. അടുത്ത വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാരെ 2 കൂറുകളിലായിട്ടാണ് വരുന്നത്. ആദ്യ മുക്കാൽ ഭാഗം ഈ പറഞ്ഞ തുലാക്കൂറിലും അവസാന പാദം വൃശ്ചികക്കൂറിലുമായിട്ടാണ് വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിവുകൾ തെളിയിക്കാൻ പറ്റിയ ഒരു മാസമാണ് ഈ മാർച്ച് മാസം. ജോലിയിലാണെങ്കിലും കലാരംഗത്താണെങ്കിലും സാമൂഹ്യ പ്രവർത്തന രംഗത്താണെങ്കിലും രാഷ്ട്രീയത്തിലൊക്കെ ആണെങ്കിലും അവർക്ക് കഴിവ് തെളിയിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വളരെ കാലമായിട്ട് ചെയ്തു വന്നിട്ട് വലിയ ഉയർച്ച കാണാതിരുന്ന തൊഴിലിൽ ഈ സമയത്ത് പെട്ടെന്നൊരു മാറ്റം അനുഭവപ്പെടും. അത് നമ്മൾ ചെയ്യുന്ന ആ മേഖലയ്ക്ക് ഒരു ഡിമാൻഡ് വരികയോ അല്ലെങ്കിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് കുറച്ചുകൂടെ ഡിമാൻഡ് വരികയൊക്കെ ചെയ്ത് വ്യാപാരം ഒന്ന് പുഷ്ടിപ്പെടും, അല്ലെങ്കിൽ തൊഴിലൊന്ന് പുഷ്ടിപ്പെടും. അങ്ങനെ സാമാന്യമായ ധനലാഭം ലഭിച്ചുകൊണ്ടിരിക്കും. നേരത്തെ ഉണ്ടായിരുന്ന കേസുകളൊക്കെ പരിഹരിക്കാനായിട്ട് സാധിക്കും. വീട് വാങ്ങാനോ അല്ലെങ്കിൽ പഴയ വീട് വാങ്ങിയൊന്ന് പുതുക്കിയെടുത്ത് അതിനകത്ത് താമസമാക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന കാലമാണ്. വാഹനം വാങ്ങാനുള്ള യോഗമുണ്ട്. പുതിയ വാഹനം വാങ്ങാൻ യോഗമുണ്ട്. വ്യാഴവും ശുക്രനും ഉചിതമായ സ്ഥാനത്താണ് നിൽക്കുന്നത് എങ്കിൽ, അതായത് ജാതകത്തിലും കൂടെ, ഇപ്പോൾ ഗ്രഹചാരഫലമാണ് നമ്മൾ പറയുന്നത്, ജാതകത്തിലും വ്യാഴവും ശുക്രനും ഒക്കെ അതുപോലെ ചന്ദ്രനും വളരെ അനുകൂലമായ ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ മാസം നമുക്ക് വാഹനം വാങ്ങാനായിട്ട് യോഗമുണ്ട്. പക്ഷേ വാഹനം വാങ്ങുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉതകുന്നതും നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതുമായ വാഹനം വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ വെറുതെ ചിലവ് വർദ്ധിക്കും. പിന്നെ ഒന്ന് മാറ്റുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കേ നമ്മൾ ഒരിക്കൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സെക്കൻഡ് ഹാൻഡ് ആണല്ലോ വിൽക്കണമെന്ന് നോക്കുമ്പോൾ, ഉടനെ അതിൻ്റെ വില അങ്ങ് കുറയും. അപ്പോൾ ആ ഒരു രീതിയിൽ ആരുടെ നിർബന്ധത്തിന് വഴങ്ങിയല്ല വാഹനം വാങ്ങിക്കേണ്ടത്, അല്ലെ വീട് വാങ്ങിക്കേണ്ടത്. നമുക്ക് പറ്റുന്ന, നമുക്ക് ഹോൾഡ് ചെയ്യാനും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള വീടോ വാഹനമൊക്കെ വാങ്ങിക്കാവുള്ളൂ. അതിനുള്ള സാധ്യത ഇപ്പം ഉണ്ട്. ഈ തുലാക്കൂറിൽ ജനിച്ചവർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയാണ് കൂടുതൽ ഗുണകരം. വൃശ്ചികക്കൂറിൽ ജനിച്ചവർക്ക് സാമാന്യം ഗുണകരമാണ്. അവർക്ക് വിവാഹാലോചനകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ധനസംബന്ധമായ കാര്യങ്ങളിൽ കണക്കുകളൊക്കെ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ പിന്നീട് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പഴിചാരിയിട്ട് കാര്യമില്ല. അതുപോലെ കുടുംബത്തിൽ മക്കളോടും സഹോദരങ്ങളോടൊന്നും പിണങ്ങിയിട്ട് കാര്യമില്ല. പണത്തിൻ്റെ രേഖകളും പണത്തിൻ്റെ കണക്കും കൃത്യമായിട്ട് സൂക്ഷിക്കണം. ലോൺ എടുത്താലും അതുപോലെ തന്നെ ആരോടെങ്കിലും വായ്പ വാങ്ങിച്ചാലും എന്തെങ്കിലും ഒരു രേഖ വെക്കുന്നത് നല്ലതാണ്. നമ്മൾ കടം കൊടുത്താലും ഇതുപോലെ തന്നെ രേഖകൾ സൂക്ഷിക്കണം. വിനോദയാത്രകളൊക്കെ ചെയ്യാൻ സാധിക്കും. കുടുംബത്തോടൊത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. സന്തോഷകരമായ അനുഭവങ്ങളുണ്ടാകും. വൃശ്ചികക്കൂറുകാർക്ക് വിനോദയാത്രകൾക്ക് കൂടുതൽ സാധ്യതയുണ്ട്. പിന്നെ ജോലിയിൽ ഒരല്പം കൂടെ ശ്രദ്ധ പുലർത്തുന്നത് കരിയറിൽ ഒരു വികസനം ഉണ്ടാകാനായിട്ട് നല്ലതായിരിക്കും. കരിയറിലൊരു അഡ്വാൻസ്മെൻറ്റ് ഉണ്ടാകാൻ നല്ലതായിരിക്കും. അതായത് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മേഖലയിൽ തന്നെ കുറച്ചുകൂടെ ഒരു എക്സ്പെർട്ടൈസ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുന്നത്, കഴിവുകൾ, നമുക്ക് ഒരു ഒറിജിനാലിറ്റി കൊണ്ടുവരാൻ സാധിക്കുക, നമ്മുടേതായ കഴിവുകൾ. ഈ മാസം ഈ വിശാഖം നക്ഷത്രക്കാർക്ക് അതിനുള്ള ഒരു യോഗമുണ്ട്. സ്വന്തം കഴിവുകൾ പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട്, കലാപരമാണെങ്കിലും കായികപരമാണെങ്കിലും അല്ലെങ്കിൽ IT മേഖലയിലാണെങ്കിലും വ്യാപാരത്തിലാണെങ്കിലും സാധാരണ സർക്കാർ ജോലിയിലാണെങ്കിലും ഒക്കെ അവർക്ക് ഈ കഴിവ് തെളിയിക്കാൻ സാധിക്കും. സെയിൽസിൽ ഒക്കെ കഴിവ് തെളിയിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ആ റുട്ടീൻ മാർഗത്തിൽ കൂടെ പോകാതെ സ്വന്തം കഴിവും സ്വന്തം പ്ലാനിങ്ങും സ്വന്തം ബ്രെയിനിൻ്റെ കഴിവ് ഉപയോഗിച്ച് ഇപ്പോൾ തെളിയിച്ചു കഴിഞ്ഞാൽ ഈ ജോലിയിൽ തന്നെ തുടരണമെന്നില്ലല്ലോ, കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒന്ന് നമുക്ക് തേടാൻ സാധിക്കും ഗ്രഹങ്ങൾ മാറുമ്പോഴത്തേക്കും. അപ്പോൾ ആ രീതിയിൽ കർമ്മ പുരോഗതിക്കായിട്ട് ശ്രദ്ധിക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസം. അടുത്തത് അനിഴം നക്ഷത്രക്കാരുടെ ഫലമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് നക്ഷത്ര ദശാധിപൻ ശനിയാണ്. ഈ ശനി സൂര്യനോട് അടുത്ത് വരുമ്പോഴത്തേക്ക് ശനിക്ക് മൗഢ്യം ഉണ്ടാകും. അതായത് സൂര്യൻ ഇപ്പോൾ ശനിയുമായിട്ട് വളരെ അടുത്ത് വരികയാണല്ലോ. ശനി സൂര്യനും
കുംഭൻ രാശിയിലാണ്, 2 ഗ്രഹങ്ങളും കുംഭൻ രാശിയിലാണ്. അതുകൊണ്ട് തന്നെ മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളൊരു കാലഘട്ടമാണ്. അതായത് ഒരുപാട് സമ്മർദ്ദങ്ങൾ വരും, രാഷ്ട്രീയമായിട്ടും ഔദ്യോഗികമായിട്ടും ബന്ധുക്കളുടെ കയ്യിൽ നിന്നൊക്കെ. നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് പലരും നിർബന്ധിക്കും. നല്ല വിൽ പവർ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാം. പക്ഷേ അന്നേരവും നമുക്ക് അത് ചെയ്യണോ, ചെയ്ത് കൊടുത്താൽ ഒറ്റ നോട്ടത്തിൽ കുഴപ്പമില്ലാന്ന് തോന്നും. പക്ഷേ പിന്നീട് അത് നമുക്കൊരു മനസാക്ഷി കുത്ത് ഉണ്ടായേക്കാം. എപ്പോഴും ആലോചിച്ച് മാത്രം ചെയ്യുക, അതാണ് ഒന്ന് സൂചിപ്പിക്കാനുള്ളത്. അതായത് നേർവഴി ഉപേക്ഷിച്ചുള്ള പല കാര്യങ്ങൾക്കും നിർബന്ധിക്കപ്പെടുമെന്നാണ് ചുരുക്കം. അപ്പം നല്ല പ്രാർത്ഥനയോടെ മാത്രം കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് പ്രയാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ നേർവഴി തന്നെ പോയാൽ മതി. മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങണമെന്നേ ഇല്ല. സമ്മർദ്ദം ഉണ്ടാവും, അത് ഉറപ്പാണ്. പിന്നെ എല്ലാ കാര്യത്തിലും ഒരു തടസ്സം പോലെ നമുക്കങ്ങോട്ട് പെട്ടെന്ന് മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. നമ്മുടെ കുറ്റമാണെങ്കിൽ പോലും നമ്മൾ മറ്റുള്ളവരുടെ തലയിലേക്ക് അത് വെക്കാനായിട്ട് ശ്രമിക്കും. തിരിച്ചും മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റിൻ്റെ ഫലം നമ്മുടെ തലയിലേക്ക് കൊണ്ടുവെക്കാനും ശ്രമിക്കും. അതും ഒരു മാനസിക പ്രയാസം ഉണ്ടാക്കാനിടയുള്ള കാലഘട്ടമാണ്. അധ്വാനം കുറച്ച് വർദ്ധിക്കുന്നതാണ്. ഈ അധ്വാനം വർദ്ധിക്കുമെങ്കിലും അതിനതൊക്കെ ഒരു അംഗീകാരം കിട്ടുന്നില്ല എന്നുള്ള വിഷമവും തോന്നിയേക്കാം. പ്രണയിക്കുന്നവരെ സംബന്ധിച്ച് ഈ സമയത്ത് സാമാന്യം ഗുണകരമായ അനുഭവങ്ങളാണ്. ബന്ധുക്കൾ ഈ നമ്മുടെ പ്രണയബന്ധത്തെ തടസ്സപ്പെടുത്താനായിട്ട് മുൻകൈ എടുത്തിരുന്ന ചില ബന്ധുക്കളോ അയൽക്കാരോ ഒക്കെ കാണും. അവർ ആ സ്ഥലം മാറിപ്പോവുകയോ അല്ലെങ്കിൽ അവർ ഈ ദ്രോഹത്തിൽ നിന്ന് പിന്മാറുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് പ്രണയികൾക്ക് സുഖകരമായിരിക്കും. വസ്തു വിൽപ്പന ഉദ്ദേശിച്ച പോലെ നടക്കണമെന്നില്ല. ഇനി നടന്നാൽ തന്നെ പ്രതീക്ഷിച്ച വില കിട്ടണം എന്നില്ല. അല്പം കൂടെ ആലോചിച്ച് ചെയ്യുന്നതാണ് നല്ലത്. അത്യാവശ്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ മാസം വസ്തു വിൽപ്പന ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ സ്വകാര്യ രംഗത്ത്, സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സമ്മർദ്ദം വർദ്ധിക്കും. മറ്റ് ആളുകളുടെ ജോലിയുടെ, അവധിയിൽ പോകുന്ന മറ്റാളുകളുടെ ജോലിയുടെ ഈ അനിഴം നക്ഷത്രക്കാരൻ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകാം. അതും ഒരു സമ്മർദ്ദത്തിന് കാരണമാകും. കുടുംബത്തിലെ വൃദ്ധജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ ഇടയുള്ള കാലമാണ്, അതൊന്ന് ശ്രദ്ധിക്കുക. വീട്ടിൽ സ്വൈരം കുറയാനിടയുണ്ട്. പരസ്പരം പഴിചാരുന്ന ഒരു രീതി ഉണ്ടാകാം, അതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. സൂര്യനും ശനിയും രാശി മാറുമ്പോഴത്തേക്കും അല്പം ഗുണകരമാണെന്ന് നമ്മൾ ധരിച്ചാൽ പോലും വേറൊരു പ്രശ്നമുണ്ട്. സൂര്യൻ മാർച്ച് 15-ാം തീയതി ആകുമ്പോഴത്തേക്കും മീനത്തിലേക്ക് കടന്നാലും മാർച്ച് 29 ശനി വീണ്ടും അവിടെ എത്തും. അത് ഏതാണ്ട് അടുത്തടുത്താണ് പോകുന്നത്. അപ്പോൾ ഈ സമ്മർദ്ദങ്ങൾ ഈ മാസം മുഴുവൻ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴും നല്ല പ്രാർത്ഥന ഉണ്ടായിരിക്കുക. ധനപരമായ കാര്യങ്ങളിൽ നല്ല കെയർ എടുക്കുക. പണത്തിനൊക്കെ കണക്ക് സൂക്ഷിക്കുക. പണമിടപാടുകൾക്ക് രേഖകൾ സൂക്ഷിക്കുക. ഇങ്ങനെയുള്ള സാമാന്യമായ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പരസ്പരം പഴി ചാരാതിരിക്കുക. വീട്ടിലൊരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. ഈ ഗ്രഹനില നന്നായിട്ടൊന്ന് മാറിയാൽ മാത്രമേ അനിഴ നക്ഷത്രക്കാർക്ക് പൂർണ്ണ ഗുണം ഉണ്ടാകുകയുള്ളൂ. ഈ സമ്മർദ്ദം വന്നാലും നമ്മളത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. അതൊന്ന് വളരെയേറെ കെയർ എടുക്കേണ്ട കാര്യമാണ്. കാരണം ഈ ഗ്രഹനിലകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. സമ്മർദ്ദങ്ങൾ വരും പോവും, തടസ്സങ്ങൾ വരും പോവും. പക്ഷേ നമ്മുടെ ആരോഗ്യം നിലനിർത്തിയില്ലെങ്കിൽ ഭാവിയിലേക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാത്ത രീതിയിലേ ഇതൊക്കെ ഉള്ളിലോട്ട് എടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ അതൊക്കെ പോട്ടെ, വരുന്ന പോലെ വരട്ടെ എന്നങ്ങോട്ട് തീരുമാനിക്കണം ധൈര്യപൂർവ്വം. അടുത്ത തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഫലമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യത പാലിക്കാനായിട്ട് കുറേയേറെ സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുമെങ്കിലും നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് അത് പരിഹരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കും. സഹപ്രവർത്തകരുടെ സഹകരണം സാമാന്യമായ രീതിയിലുണ്ടാകും. ചില ആൾക്കാർ അല്പം ഒന്ന് അകന്ന് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കും. എന്ന് പറഞ്ഞാൽ നമുക്കൊരല്പം സമ്മർദ്ദം ഉണ്ടായിരിക്കും ഈ ഒരു സമയത്ത്. പക്ഷേ ഈ സമ്മർദ്ദത്തിലെ ചില ആളുകൾ മുതലെടുക്കാൻ നോക്കും. നമ്മളെ കൊണ്ട് കണ്ടമാനം ജോലി ചെയ്യിപ്പിക്കാനും അവരുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ തലയിലോട്ട് അടിച്ചേൽപ്പിക്കാനൊക്കെ നോക്കും. പക്ഷേ നമ്മളൊരു സ്റ്റാൻഡ് എടുക്കുക. എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്യാം. മറ്റൊരാളുടെ ജോലി എനിക്കത് ചെയ്യാൻ പ്രയാസമുണ്ട്. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അപ്പുറത്തോട്ടത് ചെയ്യുന്നത് ശരിയല്ല. ആ ഒരു രീതി വേണ്ട എന്നുള്ളൊരു നിലപാട് എടുക്കുക. ചെറിയ തോതിലുള്ള വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാം. ഈ ഒരു ആശയക്കുഴപ്പം തൊഴിൽ രംഗത്ത് ഉണ്ടാകാം. വ്യാപാരത്തിൽ ഇതുപോലെ തന്നെയാണ്. വ്യാപാരത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പല മേഖലയിൽ നിന്നും പണം കിട്ടാനൊക്കെ ഒരല്പം തടസ്സങ്ങൾ നേരിട്ടേക്കാം. അതുകൊണ്ട് ഒരല്പം ആത്മവിശ്വാസക്കുറവൊക്കെ വരാം. പക്ഷേ അതൊന്നും പ്രശ്നമാക്കണ്ട. ഈ ബുധന് നീച അവസ്ഥ കൂടെ ഉള്ളതുകൊണ്ട്
കുറച്ച് പ്രശ്നങ്ങൾ ഈ സമയത്തുണ്ടാകാം. അതുപോലെ തന്നെ ശനി നമുക്ക് ഇപ്പോൾ വൃശ്ചികക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം 4-ലാണ് ശനി സഞ്ചരിക്കുന്നത്. കണ്ടകശനിയാണ്. സൂര്യനും 4-ലാണ്. ഇനി ശനി മാറാൻ പോകുന്നത് മാർച്ച് അവസാനം മാറാൻ പോകുന്നത് 5-ലേക്കാണ്. 5 പറയുന്നത് മനസ്സിൻ്റെ സ്ഥാനവും കൂടെയാണല്ലോ. പ്രജ്ഞാമേധ, പ്രതിഭാശക്തി, പുരാതനം, പുണ്യം. ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മുടെ പ്രതിഭയെയും നമ്മുടെ ബുദ്ധിയെയും ആലോചനാശേഷിയൊക്കെ കുറച്ചൊക്കെ ഇത് ബാധിക്കും. ഈ ശനിയുടെ മൗഢ്യം, സൂര്യനും ശനിയുമായിട്ടുള്ള കോമ്പിനേഷൻ, ബുധൻ്റെ നീചാവസ്ഥ. എങ്കിലും ശുക്രൻ ഉച്ചത്തിലാണ് എന്നുള്ളത് വളരെ ഗുണകരമായ ഒരു കാര്യമാണ്. ഈ ബുധശുക്ര യോഗം കൊണ്ട് കുറേ നേട്ടങ്ങൾ, ധനപരമായിട്ട് കുറച്ച് വരവ് കൂടുക, ഇതൊക്കെ ഉണ്ടാകും. കടമായിട്ട് നേരത്തെ വാങ്ങിച്ചിട്ട് തരാതിരുന്ന പൈസയൊക്കെ തിരിച്ചു തരാൻ സാധ്യതയുണ്ട്, തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. ഈ കൂട്ടുകെട്ടുകളിൽ കൂടെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് അത് ശ്രദ്ധിക്കേണ്ടതാണ്. തൃക്കേട്ട നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ കൂട്ടുകെട്ടുകളിൽ ഒരു ശ്രദ്ധ പുലർത്തണം. അതായത് കൂട്ടുകാർ ചെയ്യുന്ന ഉപദ്രവങ്ങൾക്കും നമ്മൾ പഴി കേൾക്കേണ്ട അവസ്ഥ ഉണ്ടാകാം, നമ്മളതിനകത്ത് ഉൾപ്പെട്ടില്ലെങ്കിൽ പോലും. അതുകൊണ്ട് പരമാവധി നമുക്ക് അനുയോജ്യരായ കൂട്ടുകാരെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ളവരുമായിട്ട് സഹകരിക്കരുതെന്നല്ല, അവരുമായിട്ട് ഒരു ബാഹ്യമായ ഔട്ട്വേർഡായിട്ടുള്ള സഹകരണങ്ങൾ ചെയ്യുക, പെരിഫറലായിട്ടുള്ള. ഒത്തിരി ഉള്ളിലോട്ട് പോകുമ്പോഴാണല്ലോ നമ്മളും കൂടെ അതിനകത്ത് ഉൾപ്പെട്ട് പോകുന്നത്. ബന്ധുക്കൾ ആയിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. ബന്ധുക്കളുടെ പല ആശയങ്ങളുമായിട്ട് നമുക്ക് യോജിക്കാൻ കഴിയാതെ വരാം. വ്യാപാരത്തിൽ പാർട്ട്ണർഷിപ്പ് ഗുണകരമായിട്ട് വന്നേക്കാം. സാമ്പത്തിക ഞെരുക്കം അല്പം കുറയും. പാർട്ട്ണർമാരുടെ ഭാഗത്തു നിന്ന് ഗുണകരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. അല്പം നവീകരിക്കാനും സാധിക്കും. ബിസിനസ്സൊക്കെ പുതിയൊരു മേഖലയിലേക്ക് ബിസിനസ് കൊണ്ടുപോകാൻ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സാധിക്കും. വിവാഹ കാര്യത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. എങ്കിലും എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ വിവാഹ കാര്യം എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് കാര്യമാണ്. വിവാഹം എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് ബന്ധമാണ്. ജീവിതം അവസാനം വരെ തുടരുന്ന ഒരു കാര്യമാണ്. സാധാരണ നമ്മുടെ ഒരു ഭാരതീയ രീതി അനുസരിച്ച് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ ഒരു പെണ്ണ് വിവാഹം കഴിക്കുകയാണെങ്കിൽ, ഒരു യുവതി വിവാഹം കഴിക്കുകയാണെങ്കിൽ ലൈഫ് ലോങ് ആണ് ആ ബന്ധം എന്ന് പറയുന്നത്. എല്ലാ മതങ്ങളിലും അങ്ങനെയാണ്. അപ്പം നമുക്ക് അനുയോജ്യരായ പങ്കാളിയെ തന്നെ തിരഞ്ഞെടുക്കുക. നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ കുറ്റം പറയുക, ഇത് കൊള്ളുകയില്ല എന്ന് പറയുക, അതൊക്കെ ഒരു അത്ര നല്ലതല്ല. നന്നായിട്ട് അന്വേഷിച്ചിട്ട് നമുക്ക് അനുയോജ്യരായ പങ്കാളികളെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. ഈ സമയത്ത് കുറേ സമ്മർദ്ദം ഉണ്ടാകും. അതെന്താണ്, അത് നല്ല ബന്ധമാണ്, അത് കളയരുത് എന്നൊക്കെ പറഞ്ഞ് പല ബന്ധുക്കളും വന്ന് നമ്മളെ അങ്ങ് ഞെരുക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതിലൊന്നും വീഴാതെ കൃത്യമായിട്ട് ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക. നിങ്ങളുടേതായ ഒരു അന്വേഷണം കൂടെ നടത്തിക്കോണം, കൂട്ടുകാരുടെ രീതിയിലോ ഏതെങ്കിലും രീതിയിൽ. പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം കൃത്യമായിട്ട് ഒരു സമയബന്ധിതമായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സർക്കാർ ജോലിയിലാണെങ്കിലും പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ ചെയ്ത് തീർക്കുകയാണെങ്കിൽ ജോലിയിൽ ഉയർച്ച ഉണ്ടാകാൻ അത് ഇടയാക്കും. ഈ മാസം ഉയർച്ച ഉണ്ടായില്ലെങ്കിലും ഭാവിയിലേക്ക് അത് ഗുണകരമാണ്. അപ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പല സമ്മർദ്ദങ്ങളും ഈ വർഷം ഉണ്ടാകുമെങ്കിലും ഈ വർഷം ചില സമയത്ത് അവർക്ക് പ്രൊമോഷൻ കിട്ടാനും ശമ്പള വർധനവ് കിട്ടാനൊക്കെ സാധ്യതയുള്ള മാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന പല പ്രവൃത്തികളും അന്ന് നിങ്ങൾക്ക് വളരെ ഗുണകരമായിരിക്കും. അതുകൊണ്ട് നല്ലൊരു ടൈം ഫ്രെയിം ഉണ്ടാക്കിയിട്ട്, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ ചെയ്ത് തീർക്കുക. അതാണ് പറയാനുള്ളത്. സാമ്പത്തികമായിട്ട് വലിയ ഞെരുക്കം ഉണ്ടാകാൻ ഇടയില്ല. ഏതെങ്കിലുമൊക്കെ രീതിയിലൊക്കെ മാനേജ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. പിന്നെ വീട് പുതുക്കിപ്പണിയാനോ വാഹനത്തിന് അറ്റകുറ്റപ്പണി വരാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതും നമുക്ക് ആവശ്യങ്ങളനുസരിച്ച്, ധനപരമായ ആവശ്യങ്ങളനുസരിച്ച് ചെയ്യുക. ധനം കയ്യിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുക, ഇല്ലെങ്കിൽ അടുത്ത മാസത്തേക്കൊന്ന് മാറ്റി വെക്കാം. ഇതാണ് ഈ 4 നക്ഷത്രക്കാരുടെ പൊതുഫലമായിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്കും അയൽക്കാർക്കും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.